ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. പിന്നെ ഞാൻ വന്നിട്ടുള്ള ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് ഡ്രസ്സും ബാഗും ചെരുപ്പും ഒക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം ഏതൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് എന്നുള്ള. ഡ്രസ്സ് ഞാൻ ഓരോ ടൈപ്പിലാണ് വാങ്ങിയത്. ഇപ്പോൾ നൈറ്റ് വെയർ ആയിട്ട് ഇടാൻ പറ്റിയതും പിന്നെ കാഷ്വലായിട്ടും പിന്നെ ഒരു ബീച്ച് വെയർ അങ്ങനെയുള്ളൊരു ടൈപ്പിൽ മൂന്ന് ടൈപ്പായിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഏതൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്നൊക്കെ ഉള്ളത് നമുക്ക് അതിൻ്റെ പ്രൈസും കാര്യങ്ങളും ഏതൊക്കെ ഫാബ്രിക്കിലാണ് വരുന്നത് എന്നൊക്കെ ഉള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു യെല്ലോ കളറുള്ളതാണ്. ജോർജറ്റാണ് മെറ്റീരിയൽ വരുന്നത്. സ്റ്റിച്ചിങ് ഒക്കെ നല്ല കംഫർട്ടായിട്ടുള്ള സ്റ്റിച്ചിങ് ആയിരുന്നു. ഞാൻ സ്മോൾ സൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. സ്മോൾ സൈസ് ആണെങ്കിലും കുറച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ സൈസൊക്കെ ഒരുപാട് അവൈലബിൾ ആണ്. നല്ല ഡിസൈനാണ്. അതിൻ്റെ ആ ഒരു ബൂട്ട ടൈപ്പിൽ വരുന്ന ആ ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത്. പിന്നെ സ്റ്റിച്ചിങ് ആണെങ്കിലും നല്ല കംഫർട്ടാണ്. അതിൻ്റെ കൂടെ തന്നെ പിന്നെ വാങ്ങിയത് ഒരു നൈറ്റ് വെയർ ആയിട്ട് ഇടാൻ പറ്റിയതാണ്. ഇതെനിക്ക് പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പിക്കിൽ കണ്ടപ്പോൾ അങ്ങനെ എന്താ പറയുക പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ടൈപ്പിലാണ് തോന്നിയത്. പക്ഷേ സാധനം കൈ കിട്ടിയപ്പോൾ നമുക്കൊരു നൈറ്റ് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ടൈപ്പ്. പിന്നെ ഇതൊരു ബീച്ച് വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാമെന്ന് തോന്നി. കാരണം ജോർജറ്റിൽ കുറച്ച് ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈപ്പിൽ എന്താ പറയുക, സ്ലീവൊക്കെ ആണെങ്കിലും നല്ല ഫ്ലെയർ ആയിട്ട് വരുന്ന സ്ലീവ് അങ്ങനെയൊക്കെയാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ റേറ്റ് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഞാനിത് വിയർ ചെയ്ത് കാണിക്കുമ്പോൾ പറയാം. അടുത്തായിട്ട് കാണിക്കുന്ന ലാവി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ബാഗാണ്. ഞാനൊരു ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ടൈപ്പിൽ ആണ് വാങ്ങിച്ചിട്ടുള്ളത്. നല്ല കളറായിരുന്നു. കളർ 2-3 കളേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ അകത്താണെങ്കിൽ അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വെള്ളം, അംബ്രല്ല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാൻ പറ്റും. വല്ലാണ്ട് ചെറുതല്ല, അത്യാവശ്യം കുറച്ച് സ്പേസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഓഫീസ് യൂസിനും അല്ലാണ്ട് നമുക്ക് ഡെയിലി പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുന്ന ആ ഒരു ടൈപ്പിൽ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഇതിൽ ഈ ഒരു സൈഡ് കൊടുത്തിരിക്കുന്നുണ്ടല്ലോ, ഇത് നമുക്ക് റിമൂവ് ചെയ്തിട്ടും യൂസ് ചെയ്യാം. ഇത് വേണ്ടാന്നാണെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം. ഇവിടെ വേറൊരു ഹാങ്ങിങ് കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെയും ഇതിനെന്ത് ചെയ്യാം, കൊണ്ട് നടക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. കാരണം നമുക്കിങ്ങനെയൊന്നും പറഞ്ഞിട്ട് ശീലമില്ലല്ലോ. എപ്പോഴും ഡ്രസ്സിൻ്റെയും കാര്യങ്ങളൊക്കെ അല്ലേ വീഡിയോ ചെയ്യുന്നത്. അത്യാവശ്യം എനിക്കെന്താ പറയുക, അത്യാവശ്യം ഡെയിലി യൂസിന് വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചത് തന്നെ. പിന്നെ ഈ ഒരു ചെരുപ്പ് വാങ്ങിയത്. ചെരുപ്പ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഭംഗി കണ്ടിട്ട് വാങ്ങിച്ചതാണ്. ആ ഒരു കളറും എന്താ പറയുക, ഒരു മോഡലൊക്കെ കണ്ടപ്പോൾ ഒരു വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ഫ്ലാറ്റ് ആയിട്ട് തന്നെ വേണമെന്ന് വെച്ചിട്ട് അങ്ങനെ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. നല്ല കംഫർട്ടായിരുന്നു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഡ്രസ്സ് ഓരോന്നായിട്ട് വിയർ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ഇതാണ് കാണിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 620 ആണ്. അത്യാവശ്യം ഒരുപാട് സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സ്മോൾ സൈസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. വീനക്കിൽ എന്താ പറയുക, കുറച്ചൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എനിക്ക് നല്ല കംഫർട്ടായിരുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത എന്താ പറയുക ഡ്രസ്സ് ഒന്ന് വിയർ ചെയ്ത് നോക്കാം. അടുത്തായിട്ട് ഈ ഒരു ബാഗ് കാണിക്കാം. ഈ ഒരു ബാഗിൻ്റെ റേറ്റ് വരുന്നത് 1300 സംതിങ് ആണ്. ഈ ഒരു റേറ്റിന് നല്ല കംഫർട്ടായിട്ട് എന്താ പറയുക, നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന നല്ല ഒരു ഒതുങ്ങിയ ടൈപ്പ് ബാഗാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെയുള്ളത് ഈ ഒരു നൈറ്റ് വെയർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോട്ടൺ ആണ് മെറ്റീരിയൽ. പിന്നെ ഇതേപോലെ ഒരു എന്താ പറയുക, സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ഒരു ബെൽറ്റ് പോലെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹാങ്ങിങ്, ചെറിയൊരു എന്താ പറയുക, ഹാങ്ങിങ് ബെൽ സ്ലീവ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ടൈപ്പിലുള്ള സ്ലീവാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 448 രൂപയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു നൈറ്റ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് തന്നെ. നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പുറത്തൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റുമോ എന്നുള്ളത് എനിക്കങ്ങനെ ഒരു എന്താ പറയുക, അത്ര കംഫർട്ടല്ലാന്ന് തോന്നുന്നു. നമുക്ക് നൈറ്റ് വെയർ ആയിട്ട് നൈറ്റി പോലെയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല ക്ലോത്ത് തന്നെയായിരുന്നു. ഇനി അടുത്തത് ഞാൻ പറഞ്ഞ ബീച്ച് വെയർ എന്ന് പറഞ്ഞത്, ബീച്ച് വെയർ എന്നല്ല, നമുക്ക് അല്ലാണ്ട് നമുക്ക് യൂസ് ചെയ്യാം. ഞാൻ പിന്നെ അതിനൊരു ബീച്ച് വെയർ ആയിട്ട് തോന്നി അങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 633 രൂപയാണ്. ഇതൊരു എന്താ പറയുക, ഒരു ഭാഗത്ത് ഇതേപോലെ കെട്ടിട്ട് കൊടുക്കുന്ന ടൈപ്പിൽ. പിന്നെ നെക്ക് ഒരുപാട് ഇറങ്ങിയിട്ടൊന്നുമില്ല, വി നെക്ക് പോലെയാണ് വരുന്നത്. ഇവിടെ വേണേൽ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല കംഫർട്ട് തന്നെയാണ്. ഈ ഒരു ടൈപ്പിലാണ് വരിക. എന്താ പറയുക, ഒരു റാപ്പ് ഡ്രസ്സ് പോലെയൊക്കെ ഇരിക്കും. സ്ലീവ് ഒരു ഫ്ലെയർ ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് സ്ലീവുമാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളും ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ചെരുപ്പ് വരുന്നത്. ചെരുപ്പിൻ്റെ റേറ്റ് 475 രൂപയാണ്. അപ്പോൾ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, എൻ്റെ ഡിസ്ക്രിപ്ഷൻ കയറിയത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്